വെൽക്കം ബാക്ക് ടു പാർട്ട് 2 ഇൻ ലിവർപൂൾ. നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ഒക്കെ കണ്ട് മോർണിംഗ് കോഫിയൊക്കെ കുടിച്ചിരിക്കാൻ നല്ല സുഖമായിരുന്നു. ആൻഡ് നമ്മൾ റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി. വി ഹാവ് ചോസൺ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ. സോസേജസ്, എഗ്, ബീൻ, അങ്ങനെ എല്ലാ ഐറ്റവും ഉണ്ട്. ആഫ്റ്റർ ദിസ് ബ്രേക്ക്ഫാസ്റ്റ് വി ആർ ഗോയിങ് ടു ഗോ ടു ദ മ്യൂസിയം. This is the first part of museum. ഇവിടെ aquariums ആണുള്ളത് and you can see good species of fishes here. ഈ കയ്യും കാലുമൊക്കെയുള്ള മീനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്ക് വല്ലാത്തൊരു അമ്പരപ്പായിരുന്നു ആദ്യം കണ്ടപ്പോൾ. ഫസ്റ്റ് ഈ ഒരു പല്ലിയൊക്കെ വെള്ളത്തിൽ വീണ് കിടക്കുന്ന പോലെ, പിന്നെ കാണാൻ അതിനൊരു ഭംഗി തോന്നിട്ടോ എനിക്ക്. ഈ ചില്ലിനകത്തിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ? കോക്രോച്ചസിനെയാണ്. 2 ടൈപ്പ് ഓഫ് കോക്രോച്ച് ഉണ്ട്. അതൊന്നും ഇവിടെ കിട്ടാത്തതുകൊണ്ട് ഇവരിങ്ങനെയൊക്കെയാണ് അതിനെ പ്രിസർവ് ചെയ്ത് വെക്കുന്നത്. ആൻഡ് ഈ കാണുന്ന സാധനം എന്താണെന്നറിയോ? കേട്ടാൽ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടും. ഈ ചേരൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഉറുമ്പുകൾക്ക് വേണ്ടിയിട്ടാട്ടോ. ഉറുമ്പൊന്നും ഇവിടെ ഇല്ല. I was so excited to get into this place. ലിറ്ററലി ഈജിപ്റ്റ് എത്തിയ പോലത്തെ ഒരു ഫീലായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ ഹാർട്ടൊക്കെ വല്ലാണ്ട് ഹെവി ആയി തുടങ്ങിയിട്ടോ. കാരണം അവിടെയുള്ള ആളുകൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല അവരുടെ സിവിലൈസേഷൻ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ ഇങ്ങനെ പ്രിസർവ് ചെയ്ത് ഒരു മ്യൂസിയത്തിലൊക്കെ വെക്കുമെന്ന്. ഹൗ ഹാർഡ് ഇറ്റ് ഈസ് ല്ലേ? ആൻഡ് സീ ദിസ് ഈസ് എ ഫീമെയിൽ ബറിയൽ. ആ കാലത്തുണ്ടായിരുന്ന ഒരു ബറിയൽ അതുപോലെ കൊണ്ടുവന്ന് ഇവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. When I see this, ഇത്രയൊക്കെ ഉള്ളൂല്ലേ നമ്മളെന്നുള്ളൊരു ഫീലായിരുന്നു. We entered into the mummy room. ഇതാണ് കേട്ടോ 3,500 ഇയേഴ്സ് പഴക്കമുള്ള മമ്മി. എക്സ്കവേറ്റ് ചെയ്ത് അതിനെ കോഫിൻ്റെ അടുത്ത് പുറത്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ് ദേ ഹാവ് പ്രിസർവ്ഡ് ഇറ്റ്. അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഐ ഫെൽ ലൈക്ക് ഒരു ബാൻഡേജൊക്കെ റാപ്പ് ചെയ്ത് വെക്കില്ലേ, ആ ഒരു ഫോർമാറ്റിൽ എന്തൊക്കെയോ ഹെർബ്സ് ഇട്ടിട്ടാണ് അവരത് റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കം ടു ദ നെക്സ്റ്റ് വിയർഡ് പാർട്ട്, സ്മെല്ലിങ് ദ മമ്മി. ആരും മുഖം ചുളിക്കേണ്ട, നല്ല മണമാണ്. ഈ 3 ഫ്രേഗ്രൻസിലാണ് മമ്മിയെ വന്നിട്ട് റാപ്പ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെ സോഷ്യൽ സ്റ്റേറ്റസ് അനുസരിച്ചിട്ട് ഇതിൻ്റെ സ്മെല്ല് മാറും. കുറച്ച് റിച്ചർ ക്ലാസ് വന്നിട്ട് യൂസ് ചെയ്യുന്നത് പൈൻ റെസിനാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത് ഈജിപ്തിൽ ഇല്ലാത്തതുകൊണ്ട് ദേ ഇമ്പോർട്ട് ദാറ്റ്. അതുകൊണ്ടാണ് അത് കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയിരിക്കുന്നത്. ആൻഡ് ഇഫ് യു ഗെറ്റ് എ ചാൻസ്, ഐ വിൽ ടെൽ യു ഹാവ് ടു വിസിറ്റ് ഏതർ ഈജിപ്റ്റ് ഓർ ഈ മ്യൂസിയം പറ്റുന്നവർ ഈ മ്യൂസിയം വിസിറ്റ് ചെയ്യുക. Because you will know എന്തോരം ഡെപ്തുള്ളൊരു കൾച്ചറായിരുന്നു അതെന്നുള്ളത്. So I hope you have enjoyed this video. Bye bye. Take care. See you again in next video.